എത്ര നല്ല മരണമാണ് ലഭിച്ചത്. അവിടുന്ന് മക്കൾ പറഞ്ഞത് കേട്ടില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഉറക്കയങ്ങ് ബാപ്പ കലിമ ചൊല്ലി മരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അതിന്റെ തൊട്ട് മുമ്പ് ബാപ്പ ഉച്ചരിച്ച പേരെന്താണ്? ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇവിടെ ഖുത്ബിയത്ത് ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പുത്തനാശയക്കാരില്ലേ? ശൈഖ് ജിലാനി തങ്ങളെ അഭയം പ്രാപിക്കരുത് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പുത്തൻവാദികളില്ലേ? അത് ശിർക്കാണെന്ന് പറയുന്നവരില്ലേ? അത് ബഹുദൈവാരാധനയാണെന്ന് പറയുന്നവരില്ലേ? ചോദിക്കട്ടെ, അതങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഖുത്ബിയത്ത് പതിവാക്കിയ ഒരു മഹാൻ ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച ഒരു മഹാൻ, അവർക്ക് എങ്ങനെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് കലിമ ചൊല്ലിയിട്ട് മരിക്കാൻ കഴിയുന്നത് എങ്ങനെ? അത് ശിർക്കാണെങ്കിൽ കലിമ ചൊല്ലിയിട്ട് മരിക്കാൻ കഴിയുന്നത് എങ്ങനെ? മരിക്കുന്നതിന് മുമ്പ് ശൈഖ് ജീലാനി തങ്ങളെ പേരുച്ചരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വഫാത്താകുമ്പോ ഉറക്കയങ്ങ് കലിമ ചൊല്ലി മരിക്കുന്നു. ഇത് കണ്ടവർ പറഞ്ഞതല്ലേ? കേട്ടവർ പറഞ്ഞതല്ലേ? അനുഭവിച്ചവർ പറഞ്ഞതല്ലേ? വെറുതെ നുണ പറയുകയല്ലോ, കള്ളം പറയുകയല്ലോ. എന്നിട്ടോ തങ്ങളുടെ മരണം എങ്ങനെയാണിരുന്നു? എല്ലാം വൈകാതെ തന്നെ നടന്നുപോയി. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. തങ്ങളുടെ ജനാസ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന രംഗം എങ്ങനെയായിരുന്നു? ജീവിതകാലത്ത് മഹാനവരുകൾ എങ്ങനെ നടന്നുപോയോ അതുപോലെ തന്നെയല്ലേ? എല്ലാം കൂടി ഇപ്പൊ പറയാൻ നേരമില്ല. ജീവിതകാലത്ത് മഹാനവരുകളുടെ സ്വഭാവം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല, ഒറ്റ പോക്കന്നെ. കൈ ആരെങ്കിലും പിടിക്കുന്നുണ്ടാവും, മൂപ്പർ ഇങ്ങനെ പോവും, നേരെ സ്റ്റേജിലോട്ട് വരും. സദസ്സിൽ ആളുണ്ടോ ഇല്ലേ എന്നൊന്നും മൂപ്പർ നോക്കൂല. സദസ്സിൽ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മൂപ്പർ അതൊന്നും നോക്കൂല. വളരെ കൃത്യസമയം, എല്ലാറ്റിനും കൃത്യസമയം. എന്നിട്ട് സ്റ്റേജിൽ കയറും. തങ്ങൾ പാപ്പന്റെ തുടക്കം അങ്ങനെയാ. എല്ലാം കഴിഞ്ഞ് അവസാനിക്കുമ്പോ സദസ്സ് നിറഞ്ഞു കാണും. തുടക്കത്തില് 1-2 ആളുണ്ടെന്നോ ആള് കുറഞ്ഞത് കൊണ്ട് ദേഷ്യപ്പെടുകയോ അങ്ങനൊന്നുമില്ല. ആളുകൾ പിന്നെ വരും, നമുക്ക് പോയി തുടങ്ങാന്ന് പറയും. അങ്ങനെയാണ് സാധാരണഗതിയില്. ആളെത്തിയോ എന്ന് തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനല്ല, ആളുകൾ വന്നോളൂ, നമുക്ക് തുടങ്ങാന്നാ പറയണേ. അങ്ങനെ കൊണ്ട് തുടങ്ങും. എല്ലാം സ്പീഡാണ്. ഒരു വീടിന് പാല് കായ്ക്കാൻ പോയാൽ, കുറ്റിയടിക്കാൻ പോയാൽ എവിടെ സ്ഥലം പോയി കുറ്റിയടിക്കും, പിന്നെ ദ്വാർന്നിട്ട് മൂപ്പറങ്ങ് വരും. പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് അതൊന്നുമില്ല. എന്നാൽ അതുപോലെ തന്നെയല്ലേ മഹാനവരുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്? മയ്യിത്ത് കൊണ്ടുപോയ രംഗം ശ്രദ്ധിച്ചോ നിങ്ങള്? ഞാൻ അതിന്റെയൊക്കെ ഓരോ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ, നേരിട്ടും അതിന്റെ കാഴ്ച കാണുമ്പോൾ എനിക്ക് മഹാനവരുകളെ ജനാസ നേരിട്ട് കാണാൻ അവസരം കിട്ടിയിട്ടുമുണ്ട്. ആ ജനാസയുടെ നെറ്റിത്തടത്തേക്ക് മുത്തം കൊടുക്കാനും അവസരം കിട്ടിയിട്ടുണ്ട്. ആ ജനാസ കൊണ്ടുവന്ന് വെച്ച സ്ഥലത്ത് ഞാൻ ഇവിടെ ഉണ്ടായത് കൊണ്ട് കിട്ടിയതാണ്, അല്ലാതെ എനിക്ക് വലിയ പവർ ഉള്ളത് കൊണ്ട് കിട്ടിയതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. അവിടെ ഞാൻ ഉണ്ടായത് കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. എന്നാൽ പറയട്ടെ, അപ്പോഴൊക്കെ ഞങ്ങൾ മനസ്സിലാക്കണത് എത്ര പെട്ടെന്നാണ് ഓരോ സ്ഥലത്തുനിന്ന് തങ്ങളെ ജനാസ കൊണ്ടുപോകുന്നത്. എട്ടിക്കുളത്തുനിന്ന് സഅദിയയിലേക്ക് കൊണ്ടുവരുന്നു, സഅദിയയിൽ നിന്ന് അതാ ഉള്ളാളത്തേക്ക് കൊണ്ടുവരുന്നു, ഉള്ളാളത്ത് നിന്ന് നേരെ കൂറത്തേക്ക് കൊണ്ടുപോകുന്നു. ഉള്ളാളത്തുണ്ടായ ഞാന് തങ്ങളെ ജനാസ കൊണ്ടുപോകുമ്പോ എനിക്കൊരാഗ്രഹമാണ്, കൂറത്തേക്കും പോകണോ. ഉള്ളാളത്ത് ഞാൻ തങ്ങളെ ജനാസ നിസ്കരിച്ചിട്ടുണ്ട്, കൂറത്ത് പോകണോ. ആ ദഫന അവസാനിക്കുന്നത് വരെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കാണുമ്പോ ഹയാത്ത് കാലത്ത് എങ്ങനെയാണ് മഹാനവരുകൾ വേഗതയിൽ പോയിരുന്നത്, അതുപോലെ ഒരു മണവാളനെ ആനയിക്കുന്നത് പോലെ ജനാസയെ
ആശയെ കൊണ്ടുപോകുന്നു. ഓ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ഈമാനുള്ള ചെറുപ്പക്കാരെ, തങ്ങളുപ്പാപ്പാന്റെ മരണ വാർത്ത കേട്ടപ്പോൾ ഒഴുകിയെത്തിയ ആളുകൾ എത്രയാ. 4 സ്ഥലങ്ങളിലായി ജനാസ നിസ്കാരം നടന്നില്ലേ? അത് എല്ലവും കൂടി ഒരൊറ്റ സ്ഥലത്താടിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഞാൻ ഇവിടുന്ന് ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്കണോ? ആ തങ്ങളുപ്പാപ്പാന്റെ മരണം എനിക്കൊരു പാഠമാകണം. അനുസ്മരണം എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം ഒതുങ്ങിപ്പോയാ പോരാ, അതിനൊരു പാഠമാകണം. നിങ്ങളിൽ അതിലൊരു പാഠമുണ്ടാകണം. എന്താണ് പാഠം? ആ സ്ഥലത്ത് ആര് വരും എന്നതിനെ കുറിച്ചുള്ള ചിന്തയല്ല, സ്ഥലത്തേക്ക് നല്ലവര് തന്നെ വരും, അതിലൊരു സംശയവുമില്ല. ഇപ്പൊ ആരായിരിക്കും എന്നാണ്? അത് ഖൈറായവരെ തന്നെ റബ്ബ് കൊണ്ടുവരും. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ വഫാത്തായപ്പോ എത്ര ആളുകളാണ് ഒരുമിച്ച് കൂടിയത്, എത്ര ആളുകളാണ് തടിച്ചു കൂടിയത്. ഈ അടുത്തൊരാൾ എന്നോട് പറഞ്ഞു, എത്ര ആളുകളോടാണ് യാസീനോദാൻ പറഞ്ഞത് തങ്ങളവരുകൾ. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. ആര് എന്ത് വിഷയം പോയി പറഞ്ഞാലും 40 യാസീൻ ഓതാൻ പറയാം. 40 ദിവസം യാസീൻ ഓതാൻ പറയും. ചിലപ്പോ ബദരീങ്ങളുടെ പേരിൽ ഓതാൻ പറയും, ചിലപ്പോ ബദരീങ്ങളുടെ പേരൊന്നും പറയില്ല. 40 ദിവസം യാസീൻ ഓതിക്കോന്ന് പറയും, വേറൊന്നുമില്ല. അങ്ങനെ എത്ര ആളുണ്ടാവും? നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവൂലേ 40 യാസീൻ ഓതിയ 40 ദിവസം തുടരെ ഓതിയവര് അല്ലെ? ഉമ്മമാരെ നിങ്ങളെ കൂട്ടത്തിലുണ്ടാവൂലേ? തങ്ങളുപ്പാപ്പ പറഞ്ഞിട്ട് 40 യാസീൻ തുടരെ 40 ദിവസം ഓരോ ദിവസം ഓരോ യാസീൻ ഓതിയവര്. അങ്ങനെ എത്ര ആളുകളോടാണ്? അങ്ങനെ വലിയ തമാശയിൽ പറയും. ഒരിക്കൽ പറഞ്ഞ് അത് തമാശയിലാ പറയണം, അത് കറാമത്തായിട്ട് പറയാൻ പാടില്ല. അങ്ങനെയാണ് ചിലത് തമാശയിൽ പറയും, അത് കറാമത്തൊന്നുമല്ല. ഒരിക്കൽ വന്നിട്ട് ആരോ പറഞ്ഞു, തങ്ങളെ വല്ലാത്ത ചൊരിയുണ്ട് എന്ന് പറയും, ഭയങ്കര ചൊരിയും. അപ്പൊ ഞാനപ്പോ തങ്ങളടുത്ത് ഞാൻ ബൈത്തെടുക്കത്തുള്ള സമയത്ത് ഞാൻ ഇടക്കിടക്ക് പുറത്തു പോകും. തങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് കൂടെ ഉള്ളവർ വിളിച്ചു ചോദിക്കും ഫ്രീ ആണോ? അപ്പൊ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കുറെ തമാശകൾ സംസാരിക്കും, കുറെ കാര്യം പറയും. അപ്പൊ ഒരിക്കൽ പോയപ്പോ തങ്ങൾ അടുത്ത് നിന്നപ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഭയങ്കര ചൊരിയുണ്ട്, തങ്ങളെ ഭയങ്കര ചൊരിച്ചിൽ മാറുന്നില്ല. അപ്പൊ തങ്ങൾ പറഞ്ഞു, അതിന് കുളിക്കണോന്ന് പറഞ്ഞു. ദിവസം കുളിക്കണം, ചൊരി മാറും. ഇത് ആട്യ കുറക്ക ആമാശ കുറക്ക കുളിച്ചെങ്കാവാല, അത് തമാശക്ക് പറഞ്ഞതാണ്. എന്നിട്ട് വെള്ളം എടുക്കും എന്ന് പറഞ്ഞിട്ട് മൂപ്പരങ്ങ് പോയില്ല. കുളിച്ചെങ്ങ് ചൊരി മാറുന്നു, അങ്ങനെ പോയില്ല. പിന്നെ മൂപ്പർക്കറിയായത് തങ്ങൾ തമാശക്ക് പറഞ്ഞാണെന്ന് അറിയാം. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്നിട്ട് ഈ കുപ്പി അങ്ങ് എടുത്തു, മന്ത്രിച്ചു കൊടുത്തു. 40 യാസീൻ ഓതാൻ. എന്നിട്ട് ആ യാസീൻ ഓതാൻ പറഞ്ഞതോ അത് ആർക്കൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഏകദേശം ആളുകളുടെയും വിഷയങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെയാണ്. തങ്ങളുമായിട്ട് വലിയ ബന്ധമുള്ള ഒരാളുണ്ട് സൗദിയിൽ, ദമാമില്. തങ്ങൾക്ക് സൗദിയിലേക്ക് വിസ ഇടുന്നത് മൂപ്പരാണ്. ആ മാത്രല്ല, മൂപ്പരാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാനെ. തങ്ങളുപ്പാപ്പ സൗദിയിൽ പോയാൽ അവരെ വീട്ടിലുണ്ടാവുക, അവരെ വാഹനത്തിലാ, അവരെ കൂടെ അങ്ങനെ കൂടുതൽ പോകൂല എന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇയാൾ എന്നോട് ഇപ്പൊ എടുത്ത് തങ്ങളുപ്പാപ്പ വഫാത്തായപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദമാമിലെ ഇയാളെ ആജിയാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരെ വീട്ടിൽ തങ്ങൾ ഉണ്ടായപ്പോ 10 ദമ്പതികൾ തങ്ങളെ അടുത്ത് ചെന്നു, മക്കളായിട്ടില്ലാന്ന വിഷയം. അതില് 9 ആളുകൾക്കും മക്കളായി. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളായി മക്കളാകാതെ തങ്ങളെ സമീപിച്ചതാ. അപ്പൊ ഇയാൾ പറയാണ്, 10 ആളെ എനിക്കറിയാം, ഉള്ളതുപോലെ പറഞ്ഞു. മൂപ്പർ നുണ പറയുകയാണെങ്കിൽ 10 ആൾക്കും മക്കളായി എന്നല്ലേ പറയണ്ടേ? അങ്ങനല്ല മൂപ്പർ പറഞ്ഞു. മൂപ്പർ പറഞ്ഞെന്ന് പറഞ്ഞാൽ 9 ആൾക്കും മക്കളായി, ഒരു കുടുംബത്തിന് മാത്രമായിട്ടില്ല. അത് ഇനിയാവുമായിരിക്കും, ഇനിയുണ്ടല്ലോ സമയം, ദിവസം ഇനിയുണ്ടല്ലോ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, എന്തേ ആ നാവിന് അങ്ങനെ ഒരു ബറക്കത്ത് കിട്ടാൻ കാരണം? ഒന്ന് ബാപ്പാന്റെ പൊരുത്തം, ഒന്ന് ഉമ്മാന്റെ പൊരുത്തം, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ സ്വന്തത്തിന്റെ പൊരുത്തം കുറച്ച് വേണല്ലോ. അങ്ങനെ സ്വന്തത്തിന്റെ പൊരുത്തം, നമ്മൾ സ്വന്തം നല്ലവരായാൽ, നമ്മളെ നാവ് നല്ലതിനു വേണ്ടി മാത്രം ചെലവഴിച്ചാൽ, ആ നാവ് കൊണ്ട് ഊതിയാൽ ഫലം ഉണ്ടാവും. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പന്റെ സ്വഭാവം എന്താ? എത്രയാണ് ഖത്തുമോദല്. ഞാൻ തന്നെ ഒരിക്കൽ തങ്ങളെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്തപ്പോ മുസാഫ് പങ്കെടുക്കും. ഓരോ ഉപ്പാനെ പോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പനെ പോലെ തന്നെ ഓരോ വാഹനത്തിൽ കയറിയിരുന്നാൽ
വാട്സപ്പ് അല്ല നോക്കുക, പിന്നെന്താ, പിന്നെ ഖുർആൻ ഓതാൻ. അപ്പൊ മകന് കൂടത്തങ്ങളുപ്പാപ്പയും മകൻ തന്നെയാണ്. കാറിലങ്ങ് കയറി ഇരുന്നാൽ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. പരിശുദ്ധ റമദാനിൽ 28 ഖത്ത് ഓതി എന്നാ പറയണ ഉമ്മ. റമദാനിൽ ഞാൻ എത്ര ഓതി, നമ്മൾ എത്ര ഓതി? 28 ഖത്ത് റമദാനിൽ ഓതി തീർത്തിട്ടുണ്ട്. എപ്പോഴും നിരന്തരം ഖുർആൻ ഓതുന്നു. എന്നിട്ടോ നിസ്കാരോ സുബ്ഹാന ജല്ല ജലാലുഹു, ഒറ്റ റവാത്തിബ് സുന്നത്ത് നിസ്കാരം വിടൂലല്ലോ. ഒറ്റ റവാത്തിബ് നിസ്കാരം വിടൂല. എല്ലാം ദുഹറിന് മുമ്പ് എത്ര റവാത്തിബ് സുന്നത്ത് നിസ്കാരം, ശേഷം എത്ര റവാത്തിബ് സുന്നത്ത് നിസ്കാരം, എല്ലാം എത്ര തിരക്കുണ്ടെങ്കിലും ശരി, അത് എയർപോർട്ടിലേക്ക് പോവാണെങ്കിലും ശരി, എയർപോർട്ടിൽ നിന്ന് വരികയാണെങ്കിലും ശരി, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണെങ്കിലും ശരി, പരിപാടിക്ക് പോവാണെങ്കിലും, പരിപാടി കഴിഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് സ്ഥലത്തെത്തിയാലും ശരി, സുന്നത്ത് നിസ്കാരം യശാന്റെ മുമ്പ് എത്ര, യശാക്ക് ശേഷം എത്ര, വിത്തർ എത്ര, ഒക്കെ ക്ലിയർ എന്നും മുടങ്ങാതെ റവാത്തിബ് സുന്നത്ത് നിസ്കാരം ധാരാളം കൃത്യമായും നിസ്കരിച്ചിരുന്ന ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ. വെറുതെക്കല്ല അല്ലാഹു തആല പവർ കൊടുത്തത്. അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. പിന്നെ ഞങ്ങൾക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്, മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവിതകാലം മാത്രമല്ല, അവരുടെയൊക്കെ ബറക്കത്തും അവരുടെ കാവലും അതൊക്കെ അവരുടെ വഫാത്തിന് ശേഷവും ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവരല്ലേ യഥാർത്ഥ മുസ്ലിമീങ്ങൾ. ഞാൻ ഇപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഏത് മുസീബത്തുള്ള സമയത്തും ദുആ ചെയ്യേണ്ടുന്നൊരു ദുആയില്ലേ, അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആയല്ലേ. എന്റെ മറക്കപ്പുറത്തിരുന്ന് വാദ കേൾക്കുന്ന ഈ പരിസരത്തുള്ള ഈമാനുള്ള ഉമ്മബെങ്ങന്മാരോട് പറയട്ടെ, നിങ്ങൾക്കൊരു മുസീബത്ത് ഉണ്ടായാൽ അതിന്റെ പേരിൽ നിങ്ങൾ ദുആ ചെയ്യേണ്ടുന്നൊരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. ഏത് മുസീബത്ത് വന്നാലും ഈ ദുആ മറന്നു പോകരുത്. രോഗം വന്നാലും മറന്നു പോകരുത്. ഭർത്താവ് മരിച്ചാലും മറന്നു പോകരുത്. ഭാര്യ മരിച്ചാലും മറന്നു പോകരുത്. കച്ചവടം പൊട്ടിപ്പോയാലും മറന്നു പോകരുത്. അപകടത്തിൽപ്പെട്ടാൽ മറന്നു പോകരുത്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി, അല്ലാഹുവേ എന്റെ ഈ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണേ അല്ലാഹ്. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, ഈ മുസീബത്തിന് പകരം എനിക്ക് ഖൈറായത് പകരം തരണേ അല്ലാഹ്. ഉമ്മമാരെ, ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹാ ഭർത്താവിന്റെ കൂടെ വളരെ നല്ല രൂപത്തിൽ കഴിയുകയാണ്. ആരാണ് ഭർത്താവ്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. ആ ഭർത്താവിന്റെ കൂടെ നല്ലൊരു കുടുംബ ജീവിതം ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ നയിക്കുമ്പോൾ ഒരു ദിവസം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയി, വഫാത്തായി പോയി. ആ വഫാത്തായപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതേ അവിടുന്ന് ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ദുആ ചെയ്യുന്നു ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹാ. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി, എന്റെ ഈ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണേ അല്ലാഹ്. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിന് പകരം നീ എനിക്ക് ഖൈറായത് തരണേ അല്ലാഹ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം ആ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നതാരാണ്? ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അബൂ ത്വൽഹ തങ്ങളെക്കാൾ എത്ര വലിയ ഖൈറായ മഹാനാണ് ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാടി വരുന്നത്. അതുകൊണ്ട് ഏത് മുസീബത്ത് വരുമ്പോഴും ഈ ദുആ പഠിപ്പിക്കണേ, പറയണേ.